ഹായ്, ഞാൻ ഷെഫ് സുഹൈൽ. ഇത് ഗോകുലം പാർക്കാണ്. കബാബ് ഫുഡ് ഫെസ്റ്റിവൽ നമുക്കിവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന മറ്റൊരു പുതിയൊരു കബാബാണ് മട്ടൺ ചീക്ക് കബാബ്. ഇന്നിപ്പോൾ അതാണ് ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനായിട്ട് മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ മട്ടൻ്റെ മിൻസാണ്. അതിനുശേഷം ചോപ്ഡ് ജിഞ്ചർ, കൊറിയാണ്ടർ ലീവ്സ്, ചോപ്പ് ഗാർലിക്, ചോപ്ഡ് ഓണിയൻ, സാധാരണ നമ്മുടെ മസാലകൾ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ട്, ബ്ലാക്ക് സോൾട്ട്, ചാട്ട് മസാല, കസൂരി മേത്തി, ജീര പൗഡർ, ഗരം മസാല, സോൾട്ട്, ഇത്രയും ഐറ്റംസാണ് നമ്മൾ മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്കിത് ഇത് എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊരു സാധാരണ കമ്പിയിൽ ഇതുപോലെ തന്നെ ആ കമ്പിയുടെ ഷേപ്പിൽ തന്നെ ഫിക്സ് ചെയ്തിട്ട് നേരെ തന്തൂറിലിട്ട് കുക്ക് ചെയ്യണം. അതാണ് അതിൻ്റെ രീതി. അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായി മട്ടൺ മിൻസ് എടുക്കുക. അതിനുശേഷം ചോപ്ഡ് ഒനിയൻ, ചോപ്പ് ഗാർലിക്, കൊറിയാണ്ടർ ലീവ്സ്, ചോപ്ഡ് ജിഞ്ചർ, സോൾട്ട്, ഗരം മസാല, ജീര പൗഡർ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. സാധാരണ ഉപ്പ് ആദ്യമേ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരൽപ്പം ഇട്ടാൽ മതി. ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രമാണ് നമ്മൾ ബ്ലാക്ക് സാൾട്ട് ഉപയോഗിക്കുന്നത്. ഒരൽപ്പം ചാട്ട് മസാല, കസൂരി മേത്തി പൗഡർ. ഇതിൽ സ്പൈസി ആയിട്ട് നമ്മൾ ഇതുവരെ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ സാധാരണ കബാബുകളിൽ ഇടുന്നതിനേക്കാളും കുറച്ചുകൂടെ കൂടുതൽ കാശ്മീരി ചില്ലി പൗഡർ ഇതിനകത്തേക്ക് ഇടുക. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. ഏകദേശം നമ്മുടെ വീടുകളിലേക്ക് ഉണ്ടാക്കുന്ന കട്ട്ലറ്റിൻ്റെ ഒരു മിക്സറിൻ്റെ അതേ ഫോമിലായിട്ടുണ്ട് ഇത്. അതിനുശേഷം ഇതുപോലെ കമ്പിയിലേക്ക് ഫിക്സ് ചെയ്യുക. സൂക്ഷിച്ച് വേണം ഇത് ചെയ്യാൻ. എല്ലാ സ്ഥലങ്ങളിലും ഈക്വലായിട്ട് വേണം. അതല്ലെങ്കിൽ ചിലപ്പോൾ ഒരു സ്ഥലം വേവ് കൂടുതലായിരിക്കും, ഒരു സ്ഥലത്ത് വേവ് കുറവായിരിക്കും. അങ്ങനെ വരാൻ പാടില്ല. കബാബ് കമ്പിയിലേക്ക് ചുറ്റിയിട്ട് അതിനുശേഷം നമുക്കിനി തന്തൂറിലേക്ക് വെക്കാം. കബാബ് തന്തൂറിൽ വെച്ച് കഴിഞ്ഞാൽ മട്ടനാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. നേരത്തെ ഉപയോഗിച്ച പോലെ തന്നെ ഫിഷിനേക്കാളും ചിക്കനേക്കാളും ഒക്കെ കൂടുതൽ സമയം കുറച്ച് കൂടുതലെടുക്കും. ഏകദേശം ഒരു 5 മിനിറ്റ് ഓളം ഇതിന് വേണ്ടി വരും. അപ്പോൾ അത്ര സമയം നമ്മളത് കാത്തിരിക്കുക. നമ്മുടെ ഷീക്ക് കബാബ്, മട്ടൺ ഷീക്ക് കബാബ് റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ശരിക്കും കുക്കായിട്ടുണ്ട്. നല്ല ഗോൾഡൻ ബ്രൗൺ കളറും ആയിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് വേറെ എക്സ്ട്രാ ഫാറ്റൊന്നും ചേർത്തിട്ടില്ല. വളരെ മിനിമം ഇൻഗ്രീഡിയൻസ് വെച്ചാണ് ഇതിനകത്ത് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഈസി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കാം. കബാബ് റെഡിയാണ്. നമുക്കിത് സർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ മട്ടൺ ഷീക്ക് കബാബ് റെഡിയായി. ഇപ്പോൾ ഫെസ്റ്റിവലിൽ മറ്റൊരു പ്രധാനപ്പെട്ട വിഭവങ്ങളിലൊന്നാണ് മട്ടൺ ഷീക്ക് കബാബ്.